ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് താരമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിബിൻ ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ചാണ്. അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരാഴ്ച കൊണ്ട് മലയാളികളുടെ മനസ്സിലേക്ക് കയറിയ ഒരു വ്യക്തിയാണ് സിബിൻ. നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ഭാഗ്യവശാൽ അല്ല, നിർഭാഗ്യവശാൽ അദ്ദേഹം പുറത്താക്കി എന്നും പറയാം വേണമെങ്കിൽ. അതായിരിക്കും ഒരു പക്ഷേ ശരി. സിബിൻ എന്ന മത്സരാർത്ഥി ബിഗ് ബോസിലേക്ക് കയറിയപ്പോൾ മലയാളികൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളൊന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. സിബിൻ എന്ന മത്സരാർത്ഥി നമ്മുടെ എല്ലാം മനസ്സിൽ ഇത്രയും സ്ഥാനം നേടുന്നത് വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. അദ്ദേഹം നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ജാസ്മിനെയും ഗബ്രീനെയൊക്കെ പൊരിച്ചടുക്കി എന്ന് പറയുന്നതൊക്കെ ഞാൻ പൊളിച്ചടുക്കി എന്ന് പറയുന്നതാണ് ഈ ശരി. സിബിൻ്റെ ഗെയിം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മുടെ പൾസ് അറിഞ്ഞ് ആണ് അദ്ദേഹം കളിക്കുന്നത്. ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞ് വേണം കളിക്കാൻ. അങ്ങനെയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ഇപ്പോൾ സിബിൻ എവിടെയാണെന്നാണ്. സിബിൻ്റെ വീട്ടിലുണ്ട്. ഇൻ്റർവ്യൂലൊന്നും സിബിൻ അങ്ങനെ വരുന്നില്ല. മറ്റേ ഏഷ്യാനെറ്റുമായിട്ട് കുറച്ച് എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പം 1 വർഷത്തേക്ക് സിബിൻ ഇൻ്റർവ്യൂലൊന്നും പങ്കെടുക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ സിബിനെ ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു, എടുത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരെന്ന് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് ഇപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ട് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പം സിബിൻ എന്ന വ്യക്തി നല്ലൊരു മത്സരാർത്ഥിയാണെന്ന് ആർക്കും ഒരു സംശയമില്ല. ഒരാൾക്ക് പോലും സിബിനോട് എതിരഭിപ്രായം ഇല്ലാത്തതാണ്. വളരെ ജെന്യുവനായിട്ടൊരു വ്യക്തി കൂടിയാണ് സിബിൻ. നന്നായിട്ട് സംസാരിക്കാൻ അറിയാതെ അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നതിൽ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് പോയിന്റ് വെച്ച് സംസാരിക്കാറില്ല. ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും എന്തൊക്കെയോ അവർ കാണുന്ന ഒച്ച വെച്ച് സംസാരിക്കുന്നു. അവരുടെ സൗണ്ട് കേട്ടാണെന്ന് തോന്നുന്നു മറ്റു മത്സരാർത്ഥികൾ അവിടെ സംസാരിക്കത്തുമില്ല. അവർക്ക് പേടിച്ച് അവരിക്കും. സിബിൻ എന്ന മത്സരാർത്ഥി പോയിന്റ് മാത്രം പറയും. ആവശ്യമുള്ള കാര്യങ്ങൾ പോയിന്റായിട്ട് പറയും. അല്ലാതെ ഇവരെ പോലെ ചുമ്മാ ജാസ്മിനെ പോലെ ഒച്ചയിട്ട് എന്തിനാണ് സംസാരിക്കുന്നത്? നമുക്ക് പോയിന്റ് അത് സംസാരിച്ചാൽ മതിയല്ലോ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സിബിൻ എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. നിങ്ങൾക്ക് സിബിനെ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നൊന്ന് കമൻ്റ് ഇടുക. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ ഒന്ന് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ജെന്യുവനായിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ കൂടുതലും ഇടുന്നത്. അല്ല, ഫേക്കായിട്ടുള്ള ഒരു ന്യൂസും റീച്ചിന് വേണ്ടി നമ്മൾ ഇടുന്നില്ല. കൂടുതലും നമുക്ക് സിബിനെ, ഞാൻ ഈ ചാനലിലൂടെ ഞാൻ സിബിനെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ്. എനിക്ക് വേറൊരു ചാനലുണ്ട്, വലിയൊരു ചാനലുള്ളതാണ്. പക്ഷേ സിബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സിബിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു, ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.